പത്രം ഒന്ന് വായിക്കാമെന്ന് വിചാരിച്ചു. ആദ്യത്തെ പേജ് വായിച്ച് ഞാനൊന്ന് ഞെട്ടിക്കഴിഞ്ഞ് മനോരമയുടെ അകത്തെ പേജ് വായിച്ചു. അതിൻ്റെ തലക്കെട്ടിങ്ങനെയാണ്: ഇന്ത്യ US വ്യാപാര കരാർ, ട്രംപ് തീരുമാനിച്ചു, എല്ലാം. എന്നിട്ട് സബ് ടൈറ്റിൽ: കാർഷികോൽപ്പന്നങ്ങളുടെ കാര്യത്തിൽ അവ്യക്തത ബാക്കി. താഴോട്ട് വായിച്ചാൽ: US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമ്മിലുള്ള അരമണിക്കൂർ ഫോൺ സംഭാഷണത്തിൻ്റെ ഫലമെന്ത്? ഇന്ത്യ US വ്യാപാര കരാർ ഉൾപ്പെടെ പല കാര്യങ്ങളിലും ധാരണയായെന്ന് ട്രംപ്. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്കുള്ള തീരുവ US 18% കുറയ്ക്കുമെന്നും മോദിയുടെ പ്രസ്താവന വന്നതിന് ശേഷം കേന്ദ്രമന്ത്രിമാരായ അശ്വനി വൈഷ്ണവും പീയൂഷ് ഗോയലും സാമൂഹ്യ മാധ്യമത്തിലൂടെ ഈ വിഷയത്തിൽ പ്രസ്താവന നടത്തിയെങ്കിലും ട്രംപ് പറഞ്ഞതിനപ്പുറം ഒന്നും പറഞ്ഞില്ല. കരാറിന് ധാരണയായെന്ന് സൂചിപ്പിച്ച് USലെ ഇന്ത്യൻ സ്ഥാനപതി വിനയ് മോഹൻ ക്വാത്രയുടെ പ്രസ്താവന പിന്നാലെ വന്നു. ഇനി ബാക്കി നിങ്ങൾക്ക് ഓൺലൈനായിട്ടൊക്കെ പോയി വായിക്കാം. നമ്മളെ അമേരിക്കയുടെ കളിപ്പാവ, അമേരിക്ക കൊണ്ടുവന്നിരിക്കുന്ന ചാരൻ, അമേരിക്കയുടെ തോഴൻ എന്നൊക്കെ വിളിച്ചൊരു മനുഷ്യനുണ്ടായിരുന്നു. പേര് ഡോക്ടർ മൻമോഹൻ സിംഗ്. ഡോക്ടർ മൻമോഹൻ സിംഗ് ജെഫ്രി എപ്സ്റ്റീൻ്റെ അടുത്ത് പോയ ഫയലിൽ പേരില്ലായിരുന്നു. ജെഫ്രി എപ്സ്റ്റീൻ്റെ അടുത്ത് പോയ ഫയലിൽ മൻമോഹൻ സിംഗ് നൃത്തം കളിച്ചെന്നോ ഡാൻസ് കളിച്ചെന്നോ ഒന്നും ഉണ്ടായിരുന്നില്ല. ആണവായുധ കരാർ അമേരിക്കയുടെ താൽപ്പര്യങ്ങൾ ലംഘിച്ച് നടപ്പിലാക്കി. അമേരിക്കൻ കമ്പനിക്ക് കൊടുക്കാതെ മറ്റ് കമ്പനികളിൽ കോമ്പറ്റീറ്റീവ് ടെൻഡർ വിളിച്ച് ഈ ആണവായുധ കരാറിൻ്റെ അതിൻ്റെ ഉൽപ്പാദനത്തിനുള്ള ആ സാങ്കേതികവിദ്യയും നടത്തിപ്പും അവരെ കയ്യിൽ നിന്ന് വാങ്ങാൻ തീരുമാനിച്ചു. അങ്ങനെ തീരുമാനിച്ചു പോയ, പ്രകടനങ്ങളില്ലാത്ത, ജാടയില്ലാത്ത, എല്ലാ യോഗങ്ങളിലും കുട്ടികൾ പടവും കൊണ്ട് നിൽക്കുമ്പോൾ അത് വാങ്ങിക്കാത്ത, രാജ്യത്തെക്കുറിച്ച് വല്ലാതെ ആത്മനിർഭരപ്പെടാത്ത ഒരു പ്രധാനമന്ത്രിയുടെ, മാന്യനായ ഒരു പ്രധാനമന്ത്രിയുടെ പേരാണ് ഡോക്ടർ മൻമോഹൻ സിംഗ്. അതവിടെ ഇരിക്കട്ടെ. അടുത്ത ഫ്രണ്ട് പേജ് വായിക്കാം. അതാണ് കുറച്ചുകൂടി രസം. ഇന്ത്യ US വ്യാപാരം കരാറായെന്ന് ട്രംപ്. എന്തൊക്കെയാണ് ട്രംപ് പറഞ്ഞേക്കുന്നതെന്നറിയാവോ? അതായത് നമ്മൾ ചെയ്യുന്നത് എന്തൊക്കെയാണെന്ന് നമ്മുടെ രാജ്യത്തോട് ആര് പറഞ്ഞിരിക്കുക? ഡൊണാൾഡ് ട്രംപ്. ഏത് ട്രംപ്? നമ്മുടെ വിമാനങ്ങൾ ഒരുപാട് വെടിവെച്ചിട്ടെന്നും, ഞാൻ പറഞ്ഞതുകൊണ്ടാണ് നിർത്തിയതെന്നും, ഞാൻ വരട്ടിയപ്പം നിന്നെന്നും, ഇന്ത്യ വാ നമുക്ക് കച്ചവടം നടത്താം എന്ന് പറഞ്ഞപ്പോൾ ഇന്ത്യ അവസാനിപ്പിച്ചെന്നും ഒക്കെ പറഞ്ഞപ്പോൾ നമ്മളെല്ലാവരും വിചാരിച്ചു അയാളൊരു വിടുവായനല്ലേ, വെറുതെ പറയുന്നതായിരിക്കും എന്നൊക്കെയാണ് സംഗതി വിചാരിച്ചത്. അപ്പോൾ അയാൾ ഉദ്ദേശിച്ചെടുത്ത് കൊണ്ടുവന്ന് ഇന്ത്യയെ കെട്ടി. ഇന്ത്യ എന്ന് പറയുന്ന മഹത്തായ ജനാധിപത്യ രാജ്യത്തെ നോക്കൂ. ഇന്ത്യ US വ്യാപാര കരാറായി. ഇന്ത്യക്കുള്ള തീരുവ 18% കുറയ്ക്കും. USനുള്ള തീരുവ ഇന്ത്യ 0%. റഷ്യൻ എണ്ണ വാങ്ങുന്നത് ഇന്ത്യ നിർത്തും. ആരാ പറയുന്നത്? പറയേണ്ടതോ തീരുമാനിക്കേണ്ടതോ ഈ രാജ്യത്തെ പ്രധാനമന്ത്രിയും അല്ലെങ്കിൽ ഈ രാജ്യത്തിൻ്റെ സർക്കാരും ഒക്കെയാണ്. ഇത് പറയുക പുറത്തു നിന്ന്. ഒന്ന് ആലോചിച്ച് നോക്കൂ, എന്ത് ഡീപ്പ് ബ്ലാക്ക് മെയിലിംഗ് ആണ്. എന്താണൊരു രാജ്യത്തിൻ്റെ സ്വതന്ത്ര പരമാധികാരത്തെ വിൽക്കുന്നത് ഈ ട്രംപ്? തീർന്നില്ല, പകരം വെനസ്വല എണ്ണ വാങ്ങും. ഏത് വെനസ്വല? അവിടുത്തെ രാജ്യത്തിൻ്റെ ഭരണാധികാരിയെ കയറി പിടിച്ചുകൊണ്ടുപോയി ജയിലിൽ പാർപ്പിച്ചിട്ട്, നമ്മളില്ല ഗുണ്ടാവിളയാട്ടം പോലെ എന്ന് പറഞ്ഞാൽ വേറൊരുത്തൻ്റെ പത്തായം പിടിച്ചെടുത്തു, അവനെ കൊണ്ടുവന്ന് തടവിലാക്കിയിട്ട്, എന്നിട്ട് ആ പത്തായത്തിൽ കിടക്കുന്ന നെല്ല് നമ്മൾ വാങ്ങുമെന്ന് പറയാൻ എന്ത് അധികാരമാണുള്ളത്? ആരാണതിനുള്ള അവകാശം കൊടുത്തത്? നമ്മൾ കണ്ടിട്ടുള്ളത് എങ്ങനെയാണ്? രാജ്യത്തിൻ്റെ നേതാക്കൾ തമ്മിൽ കാണുമ്പോൾ ചേർന്ന് കരാർ ഒപ്പിടും, എന്നിട്ട് അതിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ അവർ സംസാരിക്കും. പക്ഷേ ഇതങ്ങനെയാണോ? തീർന്നില്ല. അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ ഉയർന്ന തലത്തിൽ ഇന്ത്യ വാങ്ങും. ഊർജം, സാങ്കേതികവിദ്യ, കൃഷി, കൽക്കരി തുടങ്ങിയവയിൽ $500 ബില്യൺ മുകളിലുള്ള ഇടപാട് ഇന്ത്യ നടത്തും. ഇതെല്ലാം പറയുന്നത് സാക്ഷാൽ ട്രംപാണ്. ഇനി ഇന്ത്യയിൽ നിർമ്മിച്ച ഉൽപ്പന്നങ്ങൾക്കുള്ള തീരുവ 18% കുറച്ചതിന് 140 കോടി ജനങ്ങളുടെ പേരിൽ ട്രംപിന് നന്ദി അറിയിക്കുന്നു. നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞതാണ്. രാജ്യാന്തര സമാധാനത്തിനും സ്ഥിരതയ്ക്കും സമൃദ്ധിക്കും ട്രംപിൻ്റെ നേതൃത്വം നിർണായകമാണ്. നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞതാണ്. സമാധാനത്തിനുള്ള അദ്ദേഹത്തിൻ്റെ എല്ലാ ശ്രമങ്ങൾക്കും ഇന്ത്യയുടെ പിന്തുണയുണ്ടാകും. നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞതാണ്. പക്ഷേ ഇയാൾ പറഞ്ഞതിനെക്കുറിച്ച് ഒരു അക്ഷരം മിണ്ടിയില്ല. അപ്പോൾ ഇയാൾ പറഞ്ഞതാണോ അന്തിമം? നമ്മളിനി നിർത്താൻ പോവാണോ വാങ്ങുന്നത്? വെനസ്വലയിൽ നിന്നാണോ ഇനി എണ്ണ വാങ്ങാൻ പോകുന്നത്? നമ്മൾ റഷ്യയിൽ നിന്ന് ഇനി വാങ്ങില്ലേ? നമ്മുടെ വിദേശ കരാറും അല്ലെങ്കിൽ വിദേശ ബന്ധവുമൊക്കെയായി ബന്ധപ്പെട്ട ഏറ്റവും ഗൗരവമായ സംഗതിയല്ലേ ഇത്? ഇങ്ങനെയാണോ ഇതിനെ കൈകാര്യം ചെയ്യുന്നത്? കഷ്ടമാണ്, വളരെ കഷ്ടം. ഈ രാജ്യം അകപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കൂ.